മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ഡിസംബർ 20 വിശുദ്ധ ഫിലഗോണിയൂസിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. ഒരു അഭിഭാഷകനായി ജീവിതം ആരംഭിച്ച് സഭയിലെ മെത്രാനായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ് ഫിലഗോണിയൂസ്. തികഞ്ഞ ഒരു വാഗ്മിയായിരുന്നു അദ്ദേഹം. അതിനാൽ അഭിഭാഷക വൃത്തിയിൽ നന്നായി ശോഭിച്ചു. പെരുമാറ്റശുദ്ധിയും ജീവിത വിശുദ്ധിയും അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി. തന്നിമിത്തം വിത്താലിസ് മെത്രാൻ കാലം ചെയ്തപ്പോൾ തൽസ്ഥാനത്ത് അദ്ദേഹത്തെ മെത്രാനായി അഭിഷേകം ചെയ്തു. സഭയിൽ ഉടലെടുത്ത ചില അഭാഷണതകളെ നിഷ്പ്രയാസം ചെറുത്തു തോൽപ്പിക്കുവാൻ ഫിലഗോണിയൂസിന് സാധിച്ചു. അദ്ദേഹം 324 AD മരിച്ചു. 386 ഡിസംബർ 20 അന്ത്യോക്യയിൽ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ ഫിലഗോണിയൂസ് ലൗകിക ആർഭാടങ്ങളെ ഉപേക്ഷിച്ച് ഹൃദയത്തിൻ്റെ ദുരാശകളെ ക്രൂശിച്ച് ക്രിസ്തുനാഥനെ അനുകരിക്കുവാൻ സർവാത്മന പരിശ്രമിച്ചു. യേശുനാഥനെ ഉള്ളിൽ പേറുന്നവർക്ക് മാത്രമേ സ്വഭാവ വിശുദ്ധിയും ശുദ്ധിയും കാത്തു സൂക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. അത്തരക്കാരെ ദൈവം തന്നെ തിരഞ്ഞെടുത്ത് ഉയർത്തും എന്നതാണ് സത്യം. ഈ ഒരു സത്യമാണ് ഈ വിശുദ്ധ ഫിലഗോണിയൂസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഡിസംബർ 21 പീറ്റർ കനീഷ്യസ്. ജർമ്മനിയുടെ രണ്ടാമത്തെ അപ്പോസ്തലൻ എന്നാണ് പീറ്റർ കനീഷ്യസ് അറിയപ്പെടുക. ഇദ്ദേഹം ഹോളണ്ടിലാണ് ജനിച്ചത്. 16-ാം ശതാബ്ദത്തിലെ മതപരിവർത്തനത്തെ ധീരമായി നേരിട്ട വ്യക്തിയാണ് പീറ്റർ. തൻ്റെ 19-ാം വയസ്സിൽ പീറ്റർ കൊളോണിൽ നിന്ന് MA ബിരുദം നേടി. തുടർന്ന് ബ്രഹ്മചര്യ വ്രതം നേർന്നു. 3 വർഷത്തിനു ശേഷം 1543 അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നു. 1546 പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. പ്രസിദ്ധമായ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ധാരാളം ജോലികൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നുവെങ്കിലും രോഗി സന്ദർശനവും കാരാഗ്രഹ സന്ദർശനവും അദ്ദേഹം പതിവായി ചെയ്തിരുന്നു. പട്ടം കിട്ടി 1 വർഷം ആയപ്പോൾ തന്നെ 1547 ട്രെന്റ് സുന്നകദോസിൻ്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ നിയോഗിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം കോളേജുകളിൽ പഠിപ്പിച്ചു. കോളേജുകളും സെമിനാരികളും സ്ഥാപിച്ചു. ഭാഷണ്ടുകളോടും വാദപ്രതിവാദം നടത്തി അദ്ദേഹം വിജയിച്ചു. അനേകരെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അനേകരെ മാനസാന്തരത്തിന് വിധേയമാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. സഭയിലെ പല തർക്കങ്ങളും ചാതുര്യപൂർവം അദ്ദേഹം അവസാനിപ്പിച്ചു. സത്യത്തിനു വേണ്ടി പടവെട്ടുമ്പോൾ എതിരാളികളെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുതെന്ന് അവരോട് ആദരപൂർവം പെരുമാറണമെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു. അദ്ദേഹത്തിൻ്റെ വേദോപദേശം 12 ഭാഷകളിലായി 200 പതിപ്പുകളിലായി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1597 ഡിസംബർ 21 തൻ്റെ 76-ാമത്തെ വയസ്സിൽ പീറ്റർ ഈ ലോകവാസം വെടിഞ്ഞു. 1925 വിശുദ്ധനെന്നും വേദപാരംഗതനെന്നും അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്ക് ആരോടും ശത്രുതയുണ്ടാകരുതെന്നും നമ്മെ ശത്രുവായി കണക്കാക്കുന്നവരോട് സ്നേഹത്തോടെയും ആദരവോടെയും സംയമനശീലത്തോടെയും പെരുമാറണമെന്നും പീറ്റർ കനീഷ്യസ് എന്ന ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. ഡിസംബർ 22 വിശുദ്ധ ഫ്രാൻസിസ് സേവർ കബ്രീനിയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. ഫ്രാൻസിസ് സേവ്യർ കബ്രീനി 1850 ജൂലൈ 15 ദക്ഷിണ ഇറ്റലിയിൽ സന്ത് ആഞ്ചലോ എന്ന നഗരത്തിലാണ് ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾ തികഞ്ഞ ഭക്തരായിരുന്നു. അവർ ദിനം പ്രതി ദിവ്യബലിയിൽ പങ്കെടുക്കുകയും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടത്തുകയും ചെയ്തിരുന്നു. അവൾ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. അവൾക്ക് താൻ പഠിച്ച മഠത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അനുവാദം ലഭിച്ചില്ല. അതിനാൽ ഒരു അനാഥാലയത്തിൽ സേവനം ചെയ്യുവാൻ അവൾ ആരംഭിച്ചു. എന്നാൽ പിന്നീട് അത് അടയ്ക്കപ്പെട്ടു.
ബിഷപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരുഹൃദയത്തിൻ്റെ മിഷണറി സഹോദരിമാരെന്ന സന്യാസ സഭ അവൾ ആരംഭിച്ചു. എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഫിലിപ്പിയർ 4:13 അവൾക്ക് ആപ്തവാക്യമായി മാറി. പ്രധാന ഇറ്റാലിയൻ പട്ടണങ്ങളിലെല്ലാം സ്കൂളുകളും ഹോസ്റ്റലുകളും അവൾ സ്ഥാപിച്ചു. ഇതിനിടെ 13-ാം ലയോ മാർപ്പാപ്പ അവളോട് ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ ഇടയിൽ അമേരിക്കയിൽ പോയി പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മറ്റ് 6 പേരോടൊപ്പം അവൾ അമേരിക്കയിലേക്ക് പോയി. രോഗികൾക്കും അനാഥർക്കും ദരിദ്രർക്കും വേണ്ടി 67 സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങുവാൻ അവൾക്ക് സാധിച്ചു. 35 വർഷക്കാലം നിസ്തുലമായ സേവനം കബ്രീനി നിർവഹിച്ചു. ഒടുവിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, കബ്രീനി മലമ്പനി പിടിപെട്ട് മരിക്കുകയുണ്ടായി. അവൾ തന്നെ സ്ഥാപിച്ച ചിക്കാഗോയിലെ കൊളംബസ് ആശുപത്രിയിലായിരുന്നു അവൾ ചികിത്സ തേടിയിരുന്നത്. 1946 12-ാം പിയൂസ് മാർപ്പാപ്പ കബ്രീനിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. നമ്മുടെ പ്രവൃത്തികളിൽ നന്മയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ ദൈവം സഹായിക്കുമെന്നതിൻ്റെ തെളിവാണ് ജീവിതത്തിലുടനീളം ഈ ഫ്രാൻസിസ് സേവ്യർ കബ്രീനിയിൽ നാം കാണുന്നത്. ആരംഭത്തിൽ അമേരിക്കയിൽ ഒരു സ്ഥാപനം പോലും തുടങ്ങുവാൻ കബ്രീനിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം അവളെ മുന്നോട്ട് ആനയിച്ചു. പ്രിയപ്പെട്ടവരെ, നാം പരാജയപ്പെടും എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ പ്രത്യാശ കൈവിടാതെ കബ്രീനിയെപ്പോലെ നമുക്കും പറയാൻ സാധിക്കണം, എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടത്തിത്തരുമെന്ന്. ഡിസംബർ 23 വിശുദ്ധ ജോൺ കാൻഷ്യൂസിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. വിശുദ്ധ ജോൺ സൈലേഷ്യയിൽ കെൻഡി എന്ന സ്ഥലത്താണ് ജനിച്ചത്. തൻ്റെ സർവകലാശാലാ വിദ്യാഭ്യാസം ക്രാക്കോ എന്ന നഗരത്തിലായിരുന്നു നിർവഹിച്ചത്. അദ്ദേഹം ഒരു വൈദികനും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അധ്യാപകനുമായി പ്രവർത്തിച്ചു. ജോൺ ഓർക്കൂസിലെ വികാരിയായിരുന്നു. സഹകരണ മനോഭാവം ഒട്ടും തന്നെ ഇല്ലാത്ത ആളുകളായിരുന്നു ഓർക്കൂസുകാർ. അവരെ തൻ്റെ കഠിന പരിശ്രമം കൊണ്ടും ക്ഷമാശീലം കൊണ്ടും തൻ്റെ വശത്താക്കി എന്നതാണ് സത്യം. തുടർന്ന് അദ്ദേഹം ക്രാക്കോ നഗരത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ മരണം വരെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചുകൊണ്ട് ജീവിച്ചു. ക്രാക്കോയിലെ ദരിദ്രരായ ജനങ്ങൾക്ക് വിനീതനും കൃപാലുവുമായ അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്തുവകകളും പണവും ദരിദ്രർക്ക് ഉള്ളതായിട്ട് അദ്ദേഹം കരുതിയിരുന്നു. അത്യാവശ്യത്തിന് മാത്രമുള്ള പണം തൻ്റെ പക്കൽ സൂക്ഷിക്കും. മാംസം ഭക്ഷിച്ചിരുന്നില്ല. തറയിൽ കിടന്നായിരുന്നു ഉറങ്ങിയിരുന്നത്. തുർക്കികളുടെ കരങ്ങൾ കൊണ്ട് രക്തസാക്ഷിത്വം വരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ജെറുസലേമിലേക്ക് തീർത്ഥയാത്രയും നടത്തി. ആരോഗ്യം നോക്കാതെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ നടത്തി. ഒരിക്കൽ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട് അവർ അദ്ദേഹത്തെ കൊള്ളയടിച്ചു. തൻ്റെ കയ്യിൽ ഇനി എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്നവർ ചോദിച്ചു. എന്നാൽ ആദ്യം അദ്ദേഹം അത് ഓർത്തിരുന്നില്ല. പിന്നീട് തപ്പി നോക്കിയപ്പോൾ തൻ്റെ കോട്ടിൽ തുന്നിച്ചേർത്ത് വെച്ചിരുന്ന നാണയത്തെപ്പറ്റി ഓർക്കുകയും അവരെ വിളിച്ചു വരുത്തി ഇതുകൂടെ കൊണ്ടുപോകൂ എന്ന് പറയുകയും ചെയ്തു. തൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നിയ കൊള്ളക്കാർ കൊള്ളയടിച്ച മുഴുവൻ സമ്പത്തും അദ്ദേഹത്തിന് മടക്കി നൽകി. 1767 ജൂലൈ 16 വിശുദ്ധ ജോൺ കാൻഷ്യൂസ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നാം ഭൂമിയിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുവാനും നമുക്കാവുകയില്ല. അതിനാൽ സമ്പത്ത് കുന്നുകൂട്ടാൻ മോഹിക്കാതെ ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുവാൻ നമുക്ക് അഭ്യസിക്കാം. സമ്പത്തിനു വേണ്ടി ജീവിക്കാതെ ജീവിക്കാൻ വേണ്ടി മാത്രം സമ്പാദിച്ചുകൊണ്ട് ഇല്ലാത്തവരുമായി നമുക്കുള്ളത് പങ്കുവെച്ചുകൊണ്ട് കാൻഷ്യൂസിനെ പോലെ നമുക്കും സമാധാനത്തിലും ശാന്തിയിലും ജീവിപ്പാൻ പരിശ്രമിക്കാം. ഡിസംബർ 24 വിശുദ്ധരായ താർസില്ലയുടെയും എമിലിയാനയുടെയും തിരുനാളാണ്. ഈ 2 പേരും
മഹാനും പരിശുദ്ധനുമായ ഗ്രിഗോറിയോസ് മാർപ്പാപ്പയുടെ പിതൃ സഹോദരിമാരാണ്. ഇവർ സ്വന്തം ഭവനത്തിൽ തന്നെ തങ്ങളുടെ സന്യാസ ജീവിതം നയിച്ചു എന്നതാണ് പ്രത്യേകത. കന്യാവ്രതം അവർ കാത്തുസൂക്ഷിച്ചു. ലോകസുഖങ്ങൾ ഉപേക്ഷിച്ചു തപോജീവിതം ആരംഭിച്ചു. രണ്ടുപേരും സുഹൃത അഭ്യാസത്തിന് ഊന്നൽ നൽകി. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ഭൗമിക സുഖങ്ങളെ പരിത്യജിച്ചും ദൈവത്തോട് ഐക്യപ്പെട്ട് അവർ തങ്ങളുടെ ജീവിതം നയിച്ചു. വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ താർസില്ലിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവകഥയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അതായത്, ഒരു ദിവസം അവളുടെ അമ്മാവനായ വിശുദ്ധ ഫെലിക്സ് പാപ്പായെ അവൾ ദർശനത്തിൽ കാണുകയും അദ്ദേഹം അവളെ ദർശനത്തിൽ പ്രകാശത്തിൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ക്ഷണിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അവൾക്ക് കലശലായ പനി പിടിക്കുകയും അവൾ കിടപ്പാവുകയും ചെയ്തു. അനേകം പേർ അവളെ കാണുവാൻ ചുറ്റും കൂടി. എന്നാൽ ചുറ്റും കൂടി നിന്നവരോട് അവൾ ഇപ്രകാരം പറഞ്ഞു: മാറി നിൽക്കുവിൻ, യേശു വരുന്നു, വഴി ഒരുക്കുവിൻ എന്ന്. അതിനെ തുടർന്ന് അവൾ മരിച്ചുവത്രേ. കുറച്ചു ദിവസം കഴിഞ്ഞ് താർസില്ല സഹോദരി എമിലിയാനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ധനകാത്തിരുന്നാൾ ആഘോഷിക്കുവാൻ അവളെ ക്ഷണിച്ചു. അങ്ങനെ ജനുവരി 8-ാം തീയതി എമിലിയാനിയും മരിച്ചു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ 115:15 പറയുന്നത് പോലെ നീതിമാന്മാരുടെ മരണം ദൈവദൃഷ്ടിയിൽ അമൂല്യമത്രേ. ഈ രണ്ട് സഹോദരിമാരുടെയും ജീവിത വിശുദ്ധിയും ഈ ലോകത്തോടുള്ള നിർമ്മമതയും നാം കണ്ടു കഴിഞ്ഞു. ലോകത്തിൻ്റെ ഇമ്പത്തിലും ആർഭാടത്തിലും ശ്രദ്ധ വെച്ച് ദൈവിക ചൈതന്യം നഷ്ടപ്പെടുത്താതെ വിശുദ്ധ ജീവിതത്തിലൂടെ ദൈവത്തെ അറിഞ്ഞ് നമുക്ക് മുന്നേറാം. ഡിസംബർ 25 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനം. പറുദീസയിൽ പരമപിതാവായ ദൈവത്തോട് മറുതലിക്കുക വഴി പാപത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് ആഴ്ന്നുപോയ മനുഷ്യവർഗത്തെ കൈപിടിച്ചുയർത്തുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി മണ്ണിൽ അവതരിച്ച സുന്ദര സുദിനമാണ് ക്രിസ്മസ്. അതെ, ദൈവത്തിൻ്റെ മനുഷ്യ അവതാരം. മനുഷ്യ അവതാരം ഒരു മഹാരഹസ്യമാണ്. ഒരേ വ്യക്തിയിൽ ദൈവത്വവും മനുഷ്യത്വവും അഭേദ്യവും അതുല്യമാം വിധം സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന അവസ്ഥയാണ് മനുഷ്യ അവതാരം. അതായത്, ആദ്യം മുതൽ തന്നെ ദൈവമായിരുന്ന യേശു പിതാവായ ദൈവത്തിൻ്റെ ഉള്ളായ ആ നിത്യവചനം താഴേക്കിറങ്ങി വന്ന് മനുഷ്യത്വത്തെ തന്നിലേക്ക് സ്വീകരിച്ചുയർത്തുകയും അതിനെ ദൈവിക സത്തയുടെ ഭാഗമാക്കുകയും ചെയ്ത സംഭവമാണ് മനുഷ്യാവതാരം. എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയായി മറിയമെന്ന പെൺകുട്ടി പ്രദാനം ചെയ്ത മനുഷ്യത്വം യേശുവിൻ്റെ ദൈവത്വവുമായി ഒന്നായതോടെ മനുഷ്യത്വം ഈശ്വരവൽക്കരിക്കപ്പെട്ടു. മനുഷ്യരെ ദൈവികരാക്കാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവൻ്റെ ജന്മദിനമാണ് ഇന്ന് ക്രിസ്മസായി നാം ആഘോഷിക്കുക. ആരെ സ്നേഹിക്കുവാൻ? ശത്രുവിനെ സ്നേഹിക്കുവാൻ. ശത്രുവും തൻഗൃഹയെ വന്നാൽ വഴിപോൾ സൽക്കരിക്കണം, മുറിക്കുന്നവനും വൃക്ഷം തണലേകുന്നില്ലയോ എന്ന KC കേശവപിള്ളയുടെ ഈ വരികൾ ക്രിസ്തുനാഥൻ്റെ തത്വശാസ്ത്രത്തെ തന്നെയാണ് വ്യക്തമാക്കുക. ചന്ദ്രനിൽ കാലുകുത്തിയ ശാസ്ത്രജ്ഞൻ 1985 മാരാമൺ കൺവെൻഷനിൽ വന്ന് പ്രസംഗിച്ചു. താൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ഒരു വലിയ സംഭവമല്ല, സ്വർഗാതിസ്വർഗത്തിനും ഭൂമിക്കും വഹിക്കുവാൻ ആവതല്ലാത്ത യേശുനാഥൻ ഈ ഭൂമിയിൽ കാലുകുത്തിയതാണ് മഹത്തായ സംഭവം. അതെ, യേശുനാഥൻ്റെ ജനനം ഒരു വലിയ രഹസ്യമാണ്, ഒരു മഹാസംഭവമാണ്. അത് അവിസ്മരണീയമായ ഒരു സംഭവം തന്നെയാണ്. According to Pope John Paul II, Christmas is a According to John Paul II, Christmas is a momentous event in the history of salvation, an ineffable mystery in the history of humanity. ക്രിസ്തുനാഥൻ്റെ ജനനം യാദൃച്ഛികമായി സംഭവിച്ചതല്ല. അസമാധാനത്തിലും അടിമത്തത്തിലും അസ്വസ്ഥതയിലും കഴിഞ്ഞിരുന്ന ജനത ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു. അത് ചരിത്രം തന്നെ സാക്ഷിക്കുന്നുണ്ട്.
സുപ്രസിദ്ധ ചിന്തകനായ സോക്രട്ടീസ് പറയുന്നു, കാത്തിരിക്കുക, പാർത്തിരിക്കുക, വരുവാനിരിക്കുന്ന സാർവത്രിക ജ്ഞാനിയെ കാത്തിരിക്കുക. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ എങ്ങനെ പെരുമാറണമെന്ന് അവൻ നമ്മെ പഠിപ്പിക്കും. ചൈനയിലെ സുപ്രസിദ്ധ തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് പറഞ്ഞു, വിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് വരും, അവനെല്ലാം അറിയുന്നു, അവന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ അധികാരമുണ്ട്. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ബുദ്ധൻ പറഞ്ഞു, ഇനി വരുവാനിരിക്കുന്നവൻ മൈത്രിയൻ എന്ന് വിളിക്കപ്പെടും, സ്നേഹമെന്ന് അവൻ്റെ പേര്. അതെ, ക്രിസ്മസ് പ്രതീക്ഷയുടെ, സ്നേഹത്തിൻ്റെ, എളിമയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നു തരുന്ന ഉത്സവമാണ്. നമ്മുടെ ഹൃദയം അവിടത്തേക്ക് പിറക്കുവാൻ പാകത്തിൽ എളിമപ്പെടുത്തി ഒരു പുൽക്കൂടാക്കി മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് യാഥാർത്ഥ്യമാകും. ഡിസംബർ 26 വിശുദ്ധ സ്തേഫാനോസിൻ്റെ തിരുനാളാണ്. പ്രഥമ രക്തസാക്ഷിയാണ് സഭയിൽ സ്തേഫാനോസ്. ആദിമ ക്രൈസ്തവ സഭയിലെ വിധവകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം നോക്കാൻ അപ്പോസ്തലന്മാർക്ക് സമയം തികയാതെ വരികയാൽ വിവേകമതികളും പരിശുദ്ധന്മാരുമായ 7 പേരെ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് ഡീക്കന്മാരായി നിയമിക്കപ്പെട്ടു. അവരിൽ ഒരുവനാണ് സ്തേഫാനോസ്. കൃപാവരവും ഭക്തിയും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വിജ്ഞാനപൂർണമായിരുന്നു. അവനെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ യഹൂദർ അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് യഹൂദ പുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. പ്രധാന പുരോഹിതൻ്റെ ചോദ്യത്തിന് ശക്തമായ ഭാഷയിൽ സ്തേഫാനോസ് മറുപടി നൽകി. ഉടനെ ക്ഷുഭിതരായ ജനങ്ങൾ അവനെ പിടിച്ച് നഗര കവാടത്തിനു പുറത്തേക്ക് ആനയിച്ചു. എന്നിട്ട് നിഷ്കരണം കല്ലെറിയുവാൻ തുടങ്ങി. അപ്പോഴും അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ ഈശോയെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, കർത്താവെ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ. ഇത് പറഞ്ഞ് അവൻ മരിച്ചു. ഈ ധീര രക്തസാക്ഷിയെ പിൻചെന്ന് അനേക വ്യക്തികൾ ധീര രക്തസാക്ഷിത്വം സഭയിൽ വഹിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, സധൈര്യം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. മാന്യം കൂടാതെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ ഈ വിശുദ്ധൻ നമുക്ക് പ്രചോദനമാകട്ടെ.